ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഓൺലൈൻ അക്കൗണ്ടിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് +1 ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അക്കൗണ്ടൻസി കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് അതിൽ നമ്മൾ കൂടുതൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറെ ബേസിക് ടേംസുകളുണ്ട്. ആ ബേസിക് ടേംസുകളാണ് ഇന്ന് ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള ടേംസുകൾ അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്നത്? അതിലെ ആദ്യത്തെ ഫസ്റ്റ് വണ് ബിസിനസ് ട്രാൻസാക്ഷൻ, അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ഡെറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, എക്സ്പെൻസസ്, റവന്യൂ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, revenue expenditure, stock. These are the terms commonly used in accounting. The first term, business transaction. What do you mean by business transaction? Business transaction refers any business dealings or an event has a value which are measurable in terms of money. So, transaction include money or money's worth. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഡീലിങ്സ് അത് നമുക്ക് പണത്തിലൂടെ മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു ബിസിനസ് ട്രാൻസാക്ഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാം. Business transaction can be broadly classified into two: cash transaction and credit transaction. What do you mean by cash transaction? Cash transaction is a transaction where immediate payment or receipt of cash, ട്രാൻസാക്ഷൻ നടന്ന ആ സ്പോട്ടിൽ നമ്മൾ പെട്ടെന്ന് ക്യാഷ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻ നമുക്ക് ക്യാഷ് ട്രാൻസാക്ഷൻസ് എന്ന് പറയാം. വാട്ട് യു മീൻ ബൈ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഈസ് എ ട്രാൻസാക്ഷൻ വേർ പേയ്മെന്റ് ഓർ റിസിപ്റ്റ് ഓഫ് ക്യാഷ് ഈസ് പോസ്റ്റ്പോൺഡ് ടു എ ഫ്യൂച്ചർ ഡേറ്റ്. ഭാവിയിൽ ഒരു ഡേറ്റിന് തരാൻ പറഞ്ഞുകൊണ്ടാണ് നമ്മളൊരു ട്രാൻസാക്ഷൻ നടക്കുന്നതെങ്കിൽ ദാറ്റ് ട്രാൻസാക്ഷൻ ഈസ് നോൺ ആസ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്. ദി നെക്സ്റ്റ് ടേം അസറ്റ്. അസറ്റ് മീൻസ് physical things or properties or possessions held by a business, and it may be real properties or right in certain things or amount due from others. ഒരു അസറ്റ്സ് എന്ന് പറയുമ്പോൾ റിയൽ പ്രോപ്പർട്ടീസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചില സ്പെഷ്യൽ റൈറ്റ്സ് അവകാശങ്ങളായിരിക്കാം, എമൗണ്ട് ഡ്യൂ ഫ്രം അതേഴ്സ് മറ്റുള്ളവരിൽ നമുക്ക് കിട്ടാനുള്ള എമൗണ്ടുകളായിരിക്കാം. ആൻഡ് സോ ദിസ് അസറ്റ് ക്യാൻ ബി classified into current asset and fixed asset. And what do you mean by current asset? Current assets are the asset held for short period for resale. വീണ്ടും വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറഞ്ഞ കാലങ്ങളിലേക്ക് വിത്തിൻ 1 year, ഒരു വർഷത്തേക്ക് നമ്മൾ കൈവശം വെച്ചിരിക്കുന്ന അസറ്റിനെ പറയുന്നത് കറണ്ട് അസറ്റ്. ഫോർ എക്സാമ്പിൾ, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ബിൽസ് റിസീവബിൾ എക്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് കറണ്ട് അസറ്റ്. And what do you mean by fixed asset? Fixed assets are the assets which are acquired for longer period by investing huge amount and not for resale. ഒരു വീണ്ടും വിൽക്കുക എന്നുള്ള ഉദ്ദേശത്തോടല്ലാതെ ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കൂടുതൽ കാലയളവിലേക്ക് വാങ്ങുന്ന ഒരു അസറ്റിനെ പറയുന്നത് ഫിക്സഡ് അസറ്റ്. ആൻഡ് ഫിക്സഡ് അസറ്റ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻടു ടാഞ്ചിബിൾ അസറ്റ്, intangible asset, wasting asset and fictitious asset. And what do you mean by tangible asset? എന്താണ് ഈ ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്ന? ടാഞ്ചിബിൾ അസറ്റ്സ് ആർ ദി അസറ്റ് ഹാവിംഗ് ഷേപ്പ് ആൻഡ് ഫിസിക്കൽ എക്സിസ്റ്റൻസ്. നമുക്ക് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ളത്, നമുക്കൊരു ഷേപ്പ് ഉള്ളത്, അങ്ങനെയുള്ള ഒരു അസറ്റ് നമുക്ക് ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയാം. എല്ലാ ടാഞ്ചിബിൾ അസറ്റ്സും ഫിക്സഡ് അസറ്റ് ആണ്. നെക്സ്റ്റ് ടേം intangible asset. Intangible assets have no physical existence or no shape and which cannot be seen and touched. നമുക്ക് തൊടാൻ പറ്റാത്തത്, കാണാൻ പറ്റാത്തത്, ചില ഷേപ്പ് ഇല്ലാത്തത്, എക്സിസ്റ്റൻസ് ഇല്ലാത്ത ഒരു അസറ്റിനെയാണ് നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. ദീസ് ആർ റൈറ്റ്സ് ഇൻ സർട്ടൻ തിങ്സ്. ചില തിങ്സിന്റെ മുകളിലുള്ള അവകാശങ്ങളാണ് ഈ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൽ വരുന്നത്. എക്സാമ്പിൾ, ഗുഡ്വില്, പാറ്റന്റ്, കോപ്പിറൈറ്റ് എക്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്. And what do you mean by wasting asset? Wasting assets are the assets which are exhausted to the extent of extractions. നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് യൂസ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അസറ്റിനെ പറയുന്നത് വേസ്റ്റിംഗ് അസറ്റ്. ഫോർ എക്സാമ്പിൾ, ക്വാറി, ഓയിൽ ഫീൽഡ്, mines etc are examples. And what do you mean by fictitious asset? Fictitious assets are the asset has no real value but it is shown in the books of account due to some technical reasons. ചില ടെക്നിക്കൽ റീസൺ വെച്ചുകൊണ്ട്
ചില വാല്യൂ ഇല്ലാത്ത ചില അസറ്റുകൾ നമ്മൾ അക്കൗണ്ടിങ്ങിൽ നമ്മൾ അസറ്റ് സൈഡിലായിട്ട് കാണിക്കുന്നുണ്ട്. ദാറ്റ് അസറ്റ്സ് ആർ നോൺ ആസ് ഫിക്ടീഷ്യസ് അസറ്റ്. എക്സാമ്പിൾ, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, പ്രിലിമിനറി എക്സ്പെൻസസ് ആർ ദി എക്സാമ്പിൾസ്. The next term, liabilities. What do you mean by liabilities? Liabilities are the obligations or amount due to others or outsiders, and these liabilities are arise on account of purchase goods and assets or services rendered from outsiders, and these liabilities can be classified into short term and long term. Liabilities നമുക്ക് രണ്ടായി തരംതിരിക്കാം, and short term and long term. Short term ആൻഡ് ലോങ് ടേം. ഷോർട്ട് ടേം എന്നും ലോങ് ടേം എന്നും ലാബിലിറ്റീസ് നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഷോർട്ട് ടേം ലാബിലിറ്റീസ് ആർ ദി ലാബിലിറ്റീസ് വിച്ച് ആർ പേയബിൾ വിത്തിൻ 1 year. ഒരു വർഷത്തിന്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കേണ്ട ബാധ്യതയാണെങ്കിൽ ദാറ്റ് ലാബിലിറ്റീസ് ആർ നോൺ ആസ് ഷോർട്ട് ടേം ലാബിലിറ്റീസ്. ആൻഡ് വാട്ട് യു മീൻ ബൈ ലോങ് ടേം ലാബിലിറ്റീസ്? ലോങ് ടേം ലാബിലിറ്റീസ് ആർ ദി ലാബിലിറ്റീസ് വിച്ച് ആർ പേയബിൾ ആഫ്റ്റർ 1 year. ഒരു 1 year കഴിഞ്ഞിട്ടാ കൊടുക്കുകയെങ്കിൽ ദ ലാബിലിറ്റീസ് ആർ നോൺ ആസ് ലോങ് ടേം ലാബിലിറ്റീസ്. അപ്പോൾ ഷോർട്ട് ടേം ലാബിലിറ്റീസ് വിത്തിൻ 1 year ആണ്. എക്സാമ്പിൾ, സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ എക്സെട്ര. ലോങ് ടേം ലാബിലിറ്റീസ് ആഫ്റ്റർ 1 year. An example, bank loan, debenture are the examples. And next term, capital. What do you mean by capital? Capital is the money invested by the owner for starting the business. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ബിസിനസ്സിലേക്ക് നിക്ഷേപിക്കുന്ന എമൗണ്ടിനെയാണ് പറയുന്നത് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ മേ ബി ഫിക്സഡ് ക്യാപിറ്റൽ ആയിരിക്കാം ഓർ വർക്കിംഗ് ക്യാപിറ്റൽ. ഫിക്സഡ് ക്യാപിറ്റൽ റെപ്രസെന്റഡ് ഫിക്സഡ് അസറ്റ്സ്. ഒരു ഫിക്സഡ് അസറ്റ് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ക്യാപിറ്റലിനെ നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ടോട്ടൽ ക്യാപിറ്റൽസ്. ഒരു ടോട്ടൽ ക്യാപിറ്റൽസിന്റെ ഒരു ഭാഗമാണ് ആൻഡ് റെപ്രസെന്റഡ് ബൈ ഫിക്സഡ് അസറ്റ്. ദാറ്റ് ക്യാപിറ്റൽ ഈസ് നോൺ ആസ് ഫിക്സഡ് ക്യാപിറ്റൽസ്. ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ നെറ്റ് കറണ്ട് അസറ്റ്. ഒരു കറണ്ട് അസറ്റിൽ നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന എമൗണ്ടിനെയാണ് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ. ദാറ്റ് ഈസ് ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഈസ് ദി എക്സസ് ഓഫ് കറണ്ട് അസറ്റ്സ് ഓവർ കറണ്ട് ലാബിലിറ്റീസ്. ഒരു കറണ്ട് അസറ്റിനെ അപേക്ഷിച്ച് കറണ്ട് ലാബിലിറ്റീസ് കറണ്ട് അസറ്റ് എത്ര കൂടുതലാണോ ഉള്ളത് അതിന് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന ടേംസ് കൊണ്ട് ഉദ്ദേശിക്കാം. നെക്സ്റ്റ് ടേംസ്, ഡ്രോയിങ്സ്. Drawings means cash or goods withdrawn by the owner for personal use. നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ഗുഡ്സ് ആയിട്ടോ ഓണർ പിൻവലിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഡ്രോയിങ്സ്. നെക്സ്റ്റ് ടേം, ഡെറ്റേഴ്സ്. ഡെറ്റർ ഈസ് എ പേഴ്സൺ ഹു ഓസ് മണി ടു ദി ബിസിനസ്. ബിസിനസ്സിലേക്ക് പണം തരാനുള്ള വ്യക്തി ആരാണോ ദാറ്റ് പേഴ്സൺ ഈസ് നോൺ ആസ് ഡെറ്റേഴ്സ്. ആൻഡ് വാട്ട് യു മീൻ ബൈ ക്രെഡിറ്റേഴ്സ്? ക്രെഡിറ്റേഴ്സ് ആർ ദ പേഴ്സൺ ടു ബിസിനസ് ഓസ് മണി. ആർക്കാണോ പണം ബിസിനസ് കൊടുക്കാനുള്ളത് അതിന് നമുക്ക് ക്രെഡിറ്റേഴ്സ് എന്ന് പറയാം. ദീസ് ആർ ദി ടേംസ് ഡിസ്കസ്ഡ് ഇൻ ദിസ് ക്ലാസ്. ഇനി ഇവിടെ കുറച്ച് ടേംസ് കൂടെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. എക്സാം ഓറിയന്റഡ് ആയ കാര്യങ്ങളും എന്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ, കൂടുതൽ പ്രയോജനകരമാകും തോന്നുകയാണെങ്കിൽ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക, കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.